കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ബോർ ആറ്റം മോഡൽ വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റുദർഫോർഡ് ബോർ ആറ്റം മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, അങ്ങനെ കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത ക്ലാസ് VSEPR തിയറിയും അതുപോലെ ഫജൻസ് റൂളുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് പേർക്ക് ഡൗട്ടുള്ളത് കാരണമാണ് ഞാനതെടുത്തത്. അതിലെ ആപ്ലിക്കേഷൻസും അതിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കാണണം. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറയുമ്പോൾ പ്ലാങ്കിൻ്റെ ക്വാണ്ടം സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെന്താണ്, ഫസ്റ്റ് നമ്മൾ ഒരു 19ാം നൂറ്റാണ്ടിലെ ഭൗതിക ശാസ്ത്ര ശാഖയിലുണ്ടായ വൈദ്യുതികാന്തിക സിദ്ധാന്തം ഉപയോഗിച്ച്, ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈദ്യുതികാന്തിക സിദ്ധാന്തം വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ ഫിസിക്സിൽ എന്താണ്, നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെ അതിൽ വിശദീകരിക്കാൻ കഴിയാത്തത് ഏതൊക്കെയായിരുന്നു? ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് ക്ഷാമവസ്തു വികിരണമാണ്. ഒരു ക്ഷാമവസ്തു എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സാധാരണ നമ്മൾ ഒരു ക്ഷാമവസ്തു എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ എന്താണ്, ഇപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ മുകളിൽ എന്താണ്, ഒരു പ്രകാശം ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഭാഗം വികിരണം ചെയ്തു പോകും, അല്ല വികിരണമല്ല പ്രതിഫലിച്ചു പോകുന്നുണ്ട്, പിന്നെ ആഗിരണം ചെയ്യുന്നുണ്ട്, ഉത്സർജിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലതായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്ന സാധാരണ വസ്തുക്കളെ ആഗിരണം ചെയ്യും അല്ലെങ്കിൽ ഉത്സർജിക്കപ്പെടും. അങ്ങനെയാണ് അതിൻ്റെ പ്രകാശം ഇവിടെ തട്ടുമ്പോൾ അതിന് വരുന്ന മാറ്റം. പക്ഷേ ഒരു ക്ഷാമവസ്തു എന്ന് പറയുന്നത് ഇവിടെ വന്ന് തട്ടുമ്പോൾ എന്താണ്, അത് നേരെ ഉത്സർജിച്ച് പോവുകയാണ് ചെയ്തത്. കംപ്ലീറ്റ്ലി അത് ഉത്സർജിക്കുകയോ അല്ലെങ്കിൽ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫുള്ളി ഇവിടെ എന്താണ്, എനർജി അവിടെ നഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ആദർശ വസ്തുക്കൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്ന് പറയുന്നത്. ക്ഷാമവസ്തുക്കളുടെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. ക്ഷാമവസ്തുവിന് ഉദാഹരണമാണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആദർശ വസ്തു എല്ലാ ആവർത്തിയുള്ള വികിരണങ്ങളെയും എല്ലാ ഫ്രീക്വൻസി ഒരുപോലെയുള്ളതിനെ എന്ത് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു കേട്ടോ. അവിടെ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ? ഫ്രീക്വൻസി അവിടെ വേറെ ആണെങ്കിലും ആഗിരണം ചെയ്യുന്ന ഒരുപോലെ തന്നെയാണ്, അതുപോലെ ഉത്സർജിക്കപ്പെടുന്നതും ഒരുപോലെ തന്നെയാണ്. അങ്ങനെയുള്ള വസ്തുവിനെയാണ് നമ്മൾ പറഞ്ഞത് ക്ഷാമവസ്തു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ ക്ഷാമവസ്തുക്കൾ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് 1900 ആര് പറയുന്നത്, നമ്മുടെ മാക്സ് പ്ലാങ്ക് പറയുന്നത്. ക്ഷാമവസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. അപ്പോൾ ചൂടുള്ള വസ്തുക്കൾ, അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിൽ പറ്റാത്ത കാര്യങ്ങൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ഹീറ്റ് കപ്പാസിറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഒരു എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ആണെന്നാണ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എക്സൈറ്റേഷൻ ആൻഡ് ഡി എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ബോർ ആറ്റം മോഡലിൽ എന്താണ് പറഞ്ഞത്? ബോർ ആറ്റം മോഡലിൽ ഇവിടെയുള്ള ഒരു എനർജി, ഇവിടെയുള്ള ഇതിൽ നിന്നും ഇത് താഴ്ന്ന ഊർജ്ജ നിലയിൽ നിന്നും ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്, എനർജി അവിടെ വാങ്ങുന്നുണ്ട് അല്ലേ. ഉയർന്ന ഊർജ്ജ നിലയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ 10.2 EV ഇലക്ട്രോൺ ഇവിടുന്ന് വാങ്ങിയിട്ട് മീൻസ് പുറത്തുനിന്ന് എടുത്തതിന് ശേഷമാണ് ഇവിടുന്ന് താഴ്ന്ന ഊർജ്ജ നിലയിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഉയർന്ന ഊർജ്ജ നിലയിലേക്കും ഓർബിറ്റിലേക്കും ഇത് മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അത് തിരിച്ച് അതിൻ്റെ റീറ്റെയിൻ ചെയ്യും, അതിൻ്റെ ശരിക്കുള്ള സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പുറത്തേക്ക് തള്ളപ്പെടുന്നു, ഈ 10.2 ഇലക്ട്രോൺ വോൾട്ട് ചെയ്യുന്നു, പുറത്തേക്ക് എനർജീനെ കളയുന്നു. ഇതാണ് പണ്ടുള്ള കാര്യങ്ങളിൽ പണ്ട് പറഞ്ഞിരുന്നത്. എനർജി അബ്സോർബ്സ് ഓർ റേഡിയേറ്റ്സ് എനർജി കണ്ടിന്യൂസ്ലി ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണെന്നാണ് ബോർ ആറ്റം മോഡലിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു താഴ്ന്ന ഊർജ്ജനില, ഉള്ളിലുള്ള ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഊർജ്ജനിലയിൽ നിന്നും അടുത്ത ഊർജ്ജനിലയിലേക്ക് പോകണമെങ്കിൽ എനർജി അവിടെ വാങ്ങുന്നു. എനർജി 10.2 ഇലക്ട്രോൺ വോൾട്ട്സ് മേടിച്ചിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എനർജി ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ 1900 ക്വാണ്ടം തിയറിയിൽ എന്താണ് പറഞ്ഞത്? ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ റേഡിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയല്ല, കണ്ടിന്യൂസ്ലി അല്ല, ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാം.
അപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുമ്പോൾ അപ്പോൾ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണ്. ഇപ്പോൾ നമ്മളൊരു ഫുട്ബോൾ മുകളിൽ നിന്ന് താഴെ, ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു സ്ഥിതി കുറച്ചതിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലേ, അത് താഴേക്ക് വീഴുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. ഇത് ആര് ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നത് നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ്, അവിടെ പുറത്തുനിന്ന് ഇപ്പോൾ സ്വയം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തന്നെ ഇത് മാറ്റാം അല്ലേ. വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതൊന്ന് കുറച്ച് മുകളിലേക്ക് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് ആകും, താഴേക്ക് വീഴുമ്പോൾ കൈനറ്റിക് എനർജി ആകുമ്പോൾ അത് തന്നെ ഇങ്ങോട്ട് മാറുന്നു. അതിപ്പോൾ ഒരു 3 ജൂള് മാറ്റാം, 4 ജൂള്, 5 ജൂള്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. മുകളിലും താഴേക്ക് വീഴുന്നു, അപ്പോൾ 3 ജൂള്, പിന്നെ മുകളിലേക്ക് വീഴുമ്പോൾ 4 ജൂള്, 5 ജൂള്, 6 ജൂള്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന കാര്യമാണ്. ഇതാണ് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണ്. അപ്പോൾ ഊർജ്ജ നിലകൾ ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഊർജ്ജ നിലയിൽ E1, E2, E3, E4 ഇങ്ങനെ ഊർജ്ജ നിലകളുണ്ട്. ഇവിടെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെന്ന് കരുതുക. ഇവിടെ നിന്ന് താഴേക്ക് ഇവിടേക്ക് പതിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ E3യിലേക്ക്, E4ന്ന് E3യിലേക്ക് ഇലക്ട്രോൺസ് താഴേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി 15 ജൂളായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇനി ഇവിടെ നിന്ന് E3യിൽ നിന്നും E2യിലേക്ക് വരുന്നു, അതേ ഇലക്ട്രോൺ ഇവിടേക്ക് താഴേക്ക് വരുമ്പോൾ അതെന്താ 11 ജൂളായി. ഇനി ഇവിടെ നിന്ന് താഴേക്ക് വരുന്നു, E2യിൽ നിന്ന് E1ലേക്ക് വരുമ്പോൾ അവിടെ 4 ജൂളായി. ഇത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് അല്ല അല്ലേ. എന്താണ് കാരണം? 15 ജൂളിൽ നിന്ന് 11 ആണ് ആയത്, 11 ജൂളിൽ നിന്ന് 4 ജൂളാണ് ആയത്. അതിൽ ഇതുപോലെ ആക്കാൻ പറ്റും, 14 ജൂൾ, 13 ജൂൾ, 12 ജൂൾ, ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എനർജി അവിടെ ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് വീഴുന്ന എനർജിയും ഇവിടുത്തെ എനർജിയും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇത് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് വേവ് പാക്കറ്റ്സ് എന്ന് നമുക്കതിനെ പറയാം. എനർജി ഫ്ലോ ഡിസ്കണ്ടിന്യൂസ്ലി. എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിലാണ്. എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വേവ് പാക്കറ്റാണ്. അപ്പോൾ ഇതൊരു വേവ് പാക്കറ്റാണ്. ഇതൊരു ഇൻഡിവിജ്വലാണ്, അതുപോലെ സെപ്പറേറ്റ് ഓർ യുണീക്കാണ്. കാരണം ഇത് എല്ലാം ഒരേപോലത്തെ പാക്കറ്റ് അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എനർജി ഓഫ് ഈച്ച് വേവ് പാക്കറ്റ് ഈസ് ഫിക്സഡ്. ഓരോ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. ഇതെന്ന് പറയുന്നത്, ഈ വേവ് പാക്കറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ ഇതിൽ E4ലുള്ള വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ റെഡ് കളർ കൊടുത്തു കേട്ടോ, E4ലുള്ളത്, E3ലുള്ളത്, E2ലുള്ളത്, ഇതെല്ലാം ഡിഫറെൻറ്റ് വേവ് പാക്കറ്റ്സ് ആണ്. ഇതെല്ലാം സെയിം അല്ല. കാരണം ജൂണിൽ വ്യത്യാസം വന്ന പോലെ തന്നെ ഇപ്പോൾ ഇത് റെഡ്, ബ്ലൂ, വയലറ്റ് എന്ന് പറയുന്ന പോലെ എല്ലാം ഡിഫറെൻറ്റ് എനർജിയാണ് ഇവിടെ ഉള്ളത്. ഡിസ്ക്രീറ്റ് വേവ് പാക്കറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതെന്താണ്, ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് എനർജിയാണ്. അപ്പോൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ പറയുന്ന കാര്യം എന്താണ്, ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ റേഡിയേറ്റ് ചെയ്യുന്നതും ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓരോ വേവ് പാക്കറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ എനർജി റേഡിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതാണ് ക്വാണ്ടം തിയറിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. നമുക്കതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്ന് നോക്കാം. എനർജി എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ എമിറ്റ് ചെയ്യുന്നതും ഉത്സർജിക്കപ്പെടുന്നതിനും ഒരു ഡിസ്കണ്ടിന്യൂസ് മാനറിലാണ്. എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ബൈ എ ബോഡി ഇൻ ഡിസ്കണ്ടിന്യൂസ് മാനർ. എ ബോഡി അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഈസ് ഡിസ്ക്രീറ്റ്. ഓരോ പാക്കറ്റായിട്ട്, വേവ് പാക്കറ്റുകളായിട്ടാണ്, വേവ് പാക്കറ്റ്സ് ആണ്. ആ വേവ് പാക്കറ്റിനെ നമ്മൾ കോണ്ട എന്ന് പറയും. കോണ്ട എന്ന് പറയുന്ന പ്ലൂരലും ക്വാണ്ടം എന്ന് പറയുന്നത് സിംഗുലറാണ്. ഇത് ലൈറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഫോട്ടോൺ എന്ന് പറയുന്നത് കേട്ടോ. ഫോട്ടോൺ എന്നാണ് പറയുക ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ. അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്നതാണ് എന്താ, എലമെൻ്ററി പാർട്ടിക്കിൾ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ബേസിക് യൂണിറ്റാണ് ലൈറ്റിൻ്റെ ബേസിക് യൂണിറ്റാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. എവറി ലൈറ്റ് റേഡിയേറ്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബില്യൺസ് ഓഫ് ഫോട്ടോൺ. അപ്പോൾ ഓരോ ലൈറ്റിൻ്റെ റേഡിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ബില്യൺസ് ഓഫ് ഫോട്ടോൺസ്. എവറി ലൈറ്റ് റേഡിയേഷൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബില്യൺസ് ഓഫ് ഫോട്ടോൺ. ഇനി ഫോട്ടോൺസ് എങ്ങനെയാണ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്, അത് മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും. ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ അതിനെന്താണ്, ചാർജുകളില്ല. ദേ ഹാവ് നോ ചാർജ്, ദേ ഹാവ് നോ റെസ്റ്റ്, മാസില്ല, ട്രാവൽ അറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഫോട്ടോൺ ലൈറ്റിൻ്റെ സ്പീഡിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇനി എനർജി ഓഫ് ഫോട്ടോൺ ഓർ ക്വാണ്ടം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഈ ഫോട്ടോൺ എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. അപ്പോൾ ഇതിന് എന്താണ്, ഫ്രീക്വൻസി നേരാനുപാതത്തിലാണ്. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് നേരാനുപാതത്തിലാണ്. അപ്പോൾ ഇനി ഇതിൽ ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത്
ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാക്കറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ 2 തരത്തിലുള്ള ഫോട്ടോണുകളുണ്ട്. ബ്ലൂ ഫോട്ടോണുണ്ട്, റെഡ് ഫോട്ടോണുണ്ട്. റെഡ് ഫോട്ടോൺ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഫ്രീക്വൻസി കുറയും, എനർജി കുറയും. റെഡ് ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിയും കുറവായിരിക്കും, അതുപോലെ അതിൻ്റെ എനർജി ഓഫ് ഫോട്ടോണും കുറവായിരിക്കും. ബ്ലൂ ഫോട്ടോണിൽ എന്താണ് ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അതുപോലെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, അപ്പോൾ എനർജി ഓഫ് ഫോട്ടോണും കൂടുതലായിരിക്കും. ഇനി അപ്പോൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ന്യൂ എന്ന് നമുക്ക് കിട്ടിയല്ലോ. അതിനെ നമുക്ക് ഈ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റുമ്പോൾ എച്ച് ന്യൂ എന്നാവും. എച്ച് ന്യൂവിൽ എച്ച് എന്ന് പറയുന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. 6.26 × 10⁻34 ആണ്. 6.2626 × -34 ആണ്. അപ്പോൾ ഈ ഈക്വൽ ടു എന്ത് കിട്ടി? എച്ച് ന്യൂ എന്ന് കിട്ടി. ഇനി ന്യൂവിന് നമുക്കറിയാം ഒരു വാല്യൂ ഉണ്ട്, C/λ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട് അല്ലേ, C/λ. അപ്പോൾ ആ ഫോട്ടോൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേവ് നമ്പറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോൺ എനർജി ഈസ് ഡിപ്പെൻഡബിൾ ഓൺ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് വേവ് നമ്പർ. അപ്പോൾ നമ്മൾ വൈദ്യുതി കാന്തിക വികിരണത്തിൻ്റെ രൂപത്തിൽ ആഗിരണം ചെയ്യാനോ ഉത്സർജിക്കാനോ കഴിയുന്ന ഏറ്റവും ചെറിയ അളവിലുള്ള ഊർജ്ജത്തിനെയാണ് ഇത് പ്ലാങ്ക്സ് ക്വാണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഈക്വൽ ടു എച്ച് ന്യൂ. അതെങ്ങനെ വന്നതെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അനുപാത അതിൽ എച്ച് എന്ന് പറയുന്നത് എന്താണ്? 6.626 × 10⁻34 ജൂളാണ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം, ഊർജ്ജ തന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ക്വാണ്ടം സിദ്ധാന്തത്തിന് കണ്ടുപിടുത്തത്തിന് മാക്സ് പ്ലാങ്കിന് ലഭിച്ച വർഷം എത്രയാണ്? 1918 കിട്ടിയത്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിന് എന്താ പറയുക, വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് എന്താണ് ക്വാണ്ടം ഫിസിക്സ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല, ഹീറ്റ് കപ്പാസിറ്റിനെ കുറിച്ച് പറയാൻ സാധിച്ചില്ല. പിന്നെ അതുപോലെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ രേഖാ സ്പെക്ട്രത്തിനെ കുറിച്ച് പറയാൻ എന്തിനും കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൽ ഇതിനൊക്കെ കുറിച്ച് പറയാൻ സാധിച്ചു. അതിനെ മുന്നോട്ട് വെച്ച അതിനെക്കുറിച്ച് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആര്? മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പ്ലാങ്ക്സ് ക്വാണ്ടം സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വൽ ടു എച്ച് ന്യൂ പഠിക്കണം, അതുപോലെ ന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു C/λ അല്ലേ, C/λ അതും ഓർമ്മ വേണം കേട്ടോ. ഇതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം.